മണിക്കൂറുകൾ നീണ്ട പ്രതിസന്ധിക്ക് ശേഷം ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകളെല്ലാം സാധാരണ നിലയിലായി. ഖത്തറിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തിങ്കളാഴ്ച അർദ്ധരാത്രി തന്നെ പുനരാരംഭിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ നിലയിലായി. ഖത്തറിലെയും ബഹ്റൈനിലെയും വ്യോമാതിർത്തിയും തുറന്നു. തിങ്കളാഴ്ച രാത്രി ഖത്തറാണ് വ്യോമാതിർത്തി അടയ്ക്കുന്നതായി ആദ്യം അറിയിച്ചത്. തുടർന്ന് ബഹ്റൈൻ, UAE, കുവൈറ്റ് രാജ്യങ്ങളും സമാന തീരുമാനമെടുത്തു. ഏതാനും മണിക്കൂറുകളുടെ ആശങ്കയ്ക്കൊടുവിൽ UAE വ്യോമാതിർത്തി തുറന്നു. വൈകാതെ ഖത്തറും വിലക്കു നീക്കി. മറ്റു രാജ്യങ്ങളും അതേ തീരുമാനമെടുത്തതോടെയാണ് വ്യോമയാന പാതകളെല്ലാം സാധാരണ നിലയിലായത്. അൽഫരീജ് ഫ്രിഡ്ജ് ക്യാമ്പയിനിന്റെ 2ാം പതിപ്പിലൂടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് 20 ലക്ഷം കുപ്പിവെള്ളവും ഐസ്ക്രീമുകളും ശീതളപാനീയങ്ങളും നൽകുന്നു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ്, UAE വാട്ടർ എയ്ഡ് ഫൗണ്ടേഷൻ, സുഖിയ, UAE ഫുഡ് ബാങ്ക് എന്നിവയുമായി സഹകരിച്ച് ഫെർജാൻ ദുബായിയാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. കടുത്ത ചൂടിൽ തൊഴിലാളികൾക്ക് ആശ്വാസമേകാനും സമൂഹത്തിൽ ഐക്യത്തിന്റെയും അനുകമ്പയുടെയും മൂല്യങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് വാർഷിക ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 23 വരെ എമിറേറ്റ്സിലെ വിവിധ പ്രദേശങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ഡെലിവറി ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് പ്രയോജനം ലഭിക്കും. കഠിനമായ ചൂട് കാരണം ഉണ്ടാകുന്ന നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ക്യാമ്പയിൻ സഹായകരമാകും. കുടിവെള്ള വിതരണത്തിനായി ഫ്രിഡ്ജുകളുള്ള വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കഅബയ്ക്ക് വ്യാഴാഴ്ച പുതിയ കിസ്വ പുടവ അണിയിക്കും. മക്ക, മദീന പള്ളികളുടെ ജനറൽ പ്രസിഡൻസി ചടങ്ങിന് നേതൃത്വം വഹിക്കും. ഏകദേശം 11 മാസം എടുത്താണ് പുതിയ കിസ്വ നിർമ്മിച്ചത്. ഇതിന് 14 മീറ്റർ ഉയരവും 12 മീറ്റർ നീളവുമുണ്ട്. മുകളിലെ 1/3 ഭാഗത്ത് 95 സെന്റിമീറ്റർ വീതിയും 47 മീറ്റർ നീളവുമുള്ള ഒരു ബെൽറ്റുമുണ്ട്. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 22.89 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.37 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 280.69 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 223.02 ഇന്ത്യൻ രൂപ.